പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പുതിയ ആഴ്ച അല്ലെ, ഓരോ വീക്ക് പോകുന്നു പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേഗത്തിലാണ്. ഒരു തിങ്കളാഴ്ച വരുന്നു, അടുത്ത തിങ്കളാഴ്ച വരുന്നു, അടുത്ത തിങ്കൾ വരുന്നു. അങ്ങനെ എത്രയും ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടു പോകും. നമ്മളെന്തോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന. ബിസി ഷെഡ്യൂളില് ദൈവമേ, ഞങ്ങൾക്ക് ഒരു ദിവസം ടിക്കറ്റ് കിട്ടി മുകളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അവിടെ നിക്ഷേപം കരുതി വെച്ചിട്ടുണ്ടായിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരൻ, ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയാൽ അതിൽ നമ്മളൊരു മനസ്സ് വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠം മറ്റൊന്നുമില്ല. കാരണം യെശയ്യാ പ്രവചനം 50 വചനം പറയാണ്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു. അതായത് എന്നോട് കരുണയുള്ള കർത്താവ് എന്താ പറയുന്നത്? മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. നമുക്കറിയാം, സാധാരണ രീതിയിൽ മലകൾ അകന്നു പോവില്ല, കുന്നുകൾ അവിടെ തന്നെ ഉണ്ടാകും. മരുപ്രദേശത്തല്ലേ, നമ്മുടെ മരുഭൂമിയിലെ കാര്യം. എന്നാൽ സാധാരണ നമ്മളുടെയൊക്കെ എല്ലാ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ മലകളും കുന്നുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. എന്നിട്ട് പറയാണ്, അവ പോയാലും എൻ്റെ സ്നേഹം മാറുകയില്ല. അസ്തമിക്കാത്ത സ്നേഹം, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം, ദൈവ സ്നേഹം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടെന്നോതി. അപ്പോൾ നോക്കുക സഹോദരങ്ങളെ, ഈ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് ശരിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. ഈ ഇത്ര വലിയ സ്നേഹത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അതുകൊണ്ടല്ലേ ഈ വിശുദ്ധരൊക്കെ അവർ കഴുത്ത് നീട്ടിക്കൊടുത്തത്, യേശുവിനെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. യേശുവിൻ്റെ കൂടെയുള്ള യാത്ര അത് വലിയ ആനന്ദമാണ്. നമ്മളൊരു പാട്ട് പാടാറില്ലേ, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാരോട് ചേർന്നിരുന്നാൽ ഭയമില്ലായേ എന്നൊക്കെ പറഞ്ഞ് പാടുന്നില്ലേ? ഇതാണ് കാരണം അത്രമാത്രം സ്നേഹം, വലിയ സ്നേഹമാണ്. നമ്മൾ ഈ കുർബാനയിലും ജപമാല പ്രാർത്ഥനയൊക്കെ എത്ര വർഷങ്ങളായിട്ട് ചെയ്യുന്നവരുടെ സഹോദരങ്ങൾ, ഈ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ ദൈവമേ, ഈ ഒരു സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ ഈശോ എന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ലോകത്തിൻ്റെ എല്ലാത്തിനെയും നമ്മൾ ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയും. അത്തരത്തിലുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.